ജില്ല മലപ്പുറം. പുനർവിവാഹം. ജോലി ടീച്ചർ. നമുക്ക് ആർക്കും അറിയില്ല എന്താണ് സത്യങ്ങൾ എന്താന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അള്ളാഹ്ക്കറിയാം എന്താണ് സത്യങ്ങളെന്ന്. അപ്പോൾ നമ്മൾ എത്ര അന്വേഷണം കഴിഞ്ഞാലും ഞാൻ തവക്കൽത്തു അലല്ലാഹ്, ഇനിയൊരു പരീക്ഷണങ്ങൾക്ക് എന്നെ നിയോഗിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കല്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ഒരു നിങ്ങൾ കൊടുത്തൊരു നമ്പറിൽ നിന്നിട്ട് അതിൻ്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കിടെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കണം. അപ്പോൾ ഇനി എൻ്റെ നമ്പറും ഇതൊന്നും ആർക്കും കൈമാറണ്ട. അപ്പോൾ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അവർ നാട്ടിൽ വന്നാൽ നിക്കാഹ് കഴിയും. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് തരും, പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളും അവർ തരും. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും. ഞങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ ഇനി എന്താ പറയാനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരസ്യം നിർത്തി വെക്കണം കേട്ടോ. ഈ ചാനൽ അല്ലാഹു ഉയർത്തട്ടെ, നിങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. സ്വർഗത്തിൽ അല്ലാഹു ഇതിനുള്ള പ്രതിഫലം തരട്ടെ. ദുനിയാവിലും ബുദ്ധിമുട്ടുകളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നിങ്ങളെ ഫാമിലിനെ എല്ലാവരും അല്ലാഹു രക്ഷിക്കട്ടെ. ഇത്രയേറെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടും ഈ സംഭവം ഇത്ര നമുക്ക് ഒരു വഴികാട്ടിയായി മാറുന്നത് ഈ ഒരു സംരംഭം ഉയരണം, നന്നായിട്ട് ഉയരണം. എന്താ പറഞ്ഞാല് കുറേ മനുഷ്യന്മാർക്ക് ഉപകാരം ആവണം. നമ്മളെ കൊണ്ടൊന്നും അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ഇതിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി മാറാൻ നിങ്ങൾക്ക് അവസരമായി മാറണം. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഏതായാലും ഹൈറായൊരു കാര്യം നടന്നാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ വോയിസും വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം.